കേസ് പിൻവലിക്കണമെന്ന് CBCI പ്രസിഡന്റായ മാർ ആൻഡ്രൂസ് താഴത്ത് ആവശ്യപ്പെട്ടു. ഭരണഘടനാ അവകാശങ്ങൾ ലംഘിക്കപ്പെടാതിരിക്കാൻ സർക്കാരുകൾ നടപടി സ്വീകരിക്കണമെന്നും ആൻഡ്രൂസ് താഴത്ത് പ്രതികരിച്ചു. വിവരങ്ങളുമായി ശരത്ലാൽ ചേരുകയാണ് ഛത്തീസ്ഗഡിൽ നിന്നും. ഇനി നമുക്ക് അറിയേണ്ടത് ഇവരുടെ ജയിൽ മോചനം എപ്പോഴേക്കുമാണ് എന്നുള്ളതാണ്. ശരത്ലാലിനോട് ചോദിക്കാം. ശരത്ത്, എപ്പോഴേക്കുമാണ് ഈ ഉത്തരവ് അങ്ങോട്ടേക്ക് എത്തുകയും അതിനുശേഷം അവർ ജയിൽ മോചിതരാവുകയും ചെയ്യുന്നുള്ളത്? ഇനിയുള്ള കാത്തിരിപ്പൊക്കെ അതിനു വേണ്ടിയിട്ടാണല്ലോ. സംഗീത, ഉത്തരവ് ഏകദേശം തയ്യാറായി പുറത്തിറങ്ങിയിട്ടുണ്ട്. ഉത്തരവ് ലഭിച്ചിട്ടുണ്ട്. കോടതി ഉത്തരവ് അല്പസമയം നമ്മൾക്കും കോടതി ഉത്തരവ് ലഭിക്കും. അതുകൊണ്ട് ഉത്തരവ് ലഭിച്ചു കഴിഞ്ഞാൽ അതിന് ഛത്തീസ്ഗഡിലെയുള്ള കുർഗിലുള്ള വിചാരണ കോടതിയിൽ എത്തിക്കണം. വിചാരണ കോടതിയിൽ നിന്ന് വിടുതൽ അത് ജാമ്യ വ്യവസ്ഥകളുടെ 50,000 രൂപയുടെ 2 ആദ്യ ജാമ്യവും അതേപോലെ ഷൂരിറ്റിയും നൽകിക്കൊണ്ട് ജാമ്യവ്യവസ്ഥകൾ അംഗീകരിക്കണം. അതിനുശേഷം വിടുതൽ മജിസ്ട്രേറ്റ് ഉത്തരവിൽ ഒപ്പുവെക്കും. അത് കോടതിയിൽ നിന്ന് നേരെ ജയിലിലെത്തിക്കും. ജയിൽ സൂപ്രണ്ടിനെ എത്തിച്ചാൽ ഇന്ന് തന്നെ ജയിൽ മോചിതരാകും. 7 മണിയോടെ ജയിൽ മോചിതരാകാൻ കഴിയുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. ഉത്തരവുമായിട്ട് ബിലാസ്പൂരിൽ നിന്ന് ഉത്തരവിന്റെ ട്രൂ കോപ്പിയുമായിട്ട് ഫിസിക്കലായി തന്നെ നേരിട്ട് തന്നെ ഇങ്ങോട്ട് എത്തിക്കാനുള്ള യാത്ര തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്നാൽ 7 മണിക്ക് മുമ്പേ എങ്കിലും ഇന്ന് തന്നെ ജയിൽ മോചിതരാക്കാനുള്ള നടപടികളാണ് സംഗീത ഇപ്പോൾ നടത്തുന്നത്. ശരി ശരത്ലാൽ, എന്താണെങ്കിലും ഇനിയുള്ള കാത്തിരിപ്പ് അവരുടെ ജയിൽ മോചനത്തിനായുള്ളതാണ്. 7 മണിയോടുകൂടി അത് ഉണ്ടാകും, അല്ലെങ്കിൽ അതിനു മുമ്പായിട്ട് തന്നെ അത് പ്രതീക്ഷിക്കുന്നുമുണ്ട്.